ഷുഗർ ഉള്ളവർ ചോറ് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യണം? ഒരിക്കലും വേണ്ട. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന അരി, അതിൻ്റെ ക്വാണ്ടിറ്റി, പോർഷൻ സൈസ് ഇതൊക്കെ മാറ്റർ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ കോമൺലി വൈറ്റ് റൈസും അല്ലെങ്കിൽ കുത്തരിയാണ് നമ്മുടെ നാട്ടിൽ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഗ്ലൈസമിക് ഇൻഡെക്സ് കൂടിയ വൈറ്റ് റൈസ് മാറ്റി കുറവായിട്ടുള്ള കുത്തരി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുഗർ ലെവൽസ് അധികം സ്പൈക്ക് ചെയ്യാണ്ട് മാനേജ് ചെയ്യാൻ പറ്റും. രണ്ടാമത്, എടുക്കുന്ന ക്വാണ്ടിറ്റി, അതായത് നമ്മൾ ഒരു തവിയോ 2 തവിയോ ഒക്കെ ചോറാണ് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. മറിച്ച് 1.5 കപ്പും 2 കപ്പും ഒക്കെ ആകുമ്പോൾ ഇമ്മീഡിയറ്റ്ലി തന്നെ അത് ഷുഗർ ലെവൽസ് സ്പൈക്ക് ചെയ്യും. മൂന്നാമത്, പോർഷൻ സൈസ്, അതായത് നമ്മളൊരു പ്ലേറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ 1/4 പോർഷൻ മാത്രമായിരിക്കണം കാർബോഹൈഡ്രേറ്റ് വരേണ്ടത്. ബാക്കി റിമൈനിങ് 1/4 പ്രോട്ടീനും ബാക്കിയുള്ള റിമൈനിങ് പോർഷൻസ് ഫൈബർ റിച്ച് ആയിട്ടുള്ള വെജിറ്റബിൾസും ആയിരിക്കും. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മീൽസ് ബാലൻസ്ഡും ആയിരിക്കും. നിങ്ങൾക്ക് എളുപ്പത്തിൽ ഷുഗർ ലെവൽസ് മാനേജ് ചെയ്യാനും പറ്റും. അപ്പോൾ ഒരിക്കലും ഒരു ഓവർ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് അല്ല, മറിച്ച് ഒരു ഹെൽത്തി ആയിട്ടുള്ള ബാലൻസ്ഡ് ആയിട്ടുള്ള മീലാണ് എപ്പോഴും ഡയബറ്റീസിന് നല്ലത്.